സുഹൃത്തുക്കളെ സാഹചര്യത്തിൽ ഏറെക്കാലമായി ഏതാണ്ട് 1926 സ്കൂൾ രൂപീകരിച്ചിട്ടുള്ളത്. ഇപ്പോൾ 99 വർഷമായി, അടുത്ത വർഷം 100-ാം വർഷത്തിലേക്ക് കടക്കുകയാണ്. അപ്പോൾ നമ്മുടെ പ്രദേശത്തുള്ള എല്ലാവരുടെയും വേണമെങ്കിൽ 100 വർഷമുള്ള ഒരു കാത്തിരിപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് ഒരു ഗ്രൗണ്ട് ഉണ്ടാക്കാം. ഈ LP സ്കൂളിൻ്റെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് ഇവിടെയുള്ള സ്ഥല സൗകര്യങ്ങളൊക്കെ ബന്ധപ്പെടുത്തി ഒരു ഗ്രൗണ്ട് ഉണ്ടാക്കണം. കുട്ടികൾക്ക് ശാരീരികമായ ഒരു ഡെവലപ്മെൻറ്റ് ഒട്ടേറെ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഗ്രൗണ്ട് ഉണ്ടാക്കണം എന്നുള്ള ഒരാലോചന കുറച്ച് കാലങ്ങളായി ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ബീന ടീച്ചർ കൊല്ലം റിട്ടയർ ചെയ്യുമ്പോൾ സ്വാഭാവികമായി ഞാൻ കുറച്ച് പൈസ സ്കൂളിന് വേണ്ടി തരാം എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ആ പൈസ വെച്ച് ഞങ്ങൾ നോക്കാൻ തീരുമാനിച്ചു. അപ്പോൾ അതിൻ്റെ ഇരട്ടി ആണെങ്കിൽ പോലും അപ്പോൾ ഒരു ടീച്ചേഴ്സിനോട് പറഞ്ഞു ഇങ്ങനെ ഒരു സംരംഭം നമ്മൾ ചെയ്യാണ്. അപ്പോൾ അവരെല്ലാവരും ഓക്കെ പറഞ്ഞു. അങ്ങനെ നമ്മളിപ്പോൾ ഈ രീതിയിലേക്ക് എത്തി നിൽക്കുകയാണ്. അതിൽ നൗഷാദിനെ പോലെയുള്ള ആളുകൾ ഒക്കെ വളരെയധികം സഹായിച്ചു. നമുക്ക് കുറേയൊക്കെ ലേബർ അല്ലെങ്കിൽ അത്തരത്തിലുള്ള വർക്കും എഞ്ചിനീയർമാരുടെ വർക്ക്, അതുപോലെ തന്നെ നമ്മുടെ പ്രദേശത്തുള്ള കോൺട്രാക്ടർമാരുടെ ഉപദേശങ്ങളെല്ലാം സൗജന്യമായിട്ട് നമുക്ക് ലഭിച്ചതാണ്. അപ്പോൾ അതൊക്കെ കൂടി വെച്ച് നമുക്ക് വളരെ സന്തോഷപൂർവ്വം നമ്മുടെ കുട്ടികൾക്ക് നമ്മുടെ പ്രദേശത്തിന് ഒക്കെ ഒരു ഗ്രൗണ്ട്, പൊതു ഗ്രൗണ്ട് എന്ന നിലയിൽ വലിയ നമ്മുടെ സ്കൂളിലൊക്കെ കുട്ടികൾക്ക് ഉപയോഗിക്കത്തക്ക രീതിയിലുള്ള അതിൻ്റെ ഒരു ഇപ്പോൾ മഡാണ് പുറത്ത് കിടക്കുന്നത്. നമ്മളത് നാച്ചുറൽ ഗ്രാസ് എങ്ങനെ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ച് ഇങ്ങനെ വെക്കേഷനോട് കൂടി ചെയ്യാൻ കഴിയുമെന്ന് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് വിശ്വസിക്കുന്നത്. ഞാൻ നീട്ടി പരത്തി പറയുന്നില്ല. മാനേജറോട് ഇരിക്കുന്നത് അത്തരം കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഒരു സങ്കോചവും കൂടാതെ അവിടെ എങ്ങനെയാണെങ്കിൽ കുറച്ച് മരങ്ങളൊക്കെ ഉണ്ടായിരുന്നതൊക്കെ മുറിച്ച് എങ്ങനെയാണ് നമ്മുടെ സ്കൂളിൻ്റെ സൗകര്യപ്രദമായ രീതിയിൽ ചെയ്തോളാൻ വേണ്ടി മാനേജ്മെൻറ്റിൻ്റെ അനുമതിയാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടത്. ഏതായാലും ധൈര്യത്തിൽ തുടങ്ങിക്കോളാം പറഞ്ഞത്. ഇങ്ങനെ ഗ്രൗണ്ട് ഉണ്ടാക്കിയിട്ട് മുമ്പ് നമുക്കൊന്നും പരിചയമില്ല. ഇത് എവിടെ ചെന്ന് അവസാനിക്കുമെന്നുള്ള കാര്യം യാതൊരു പിടുത്തില്ല. ആ സമയത്ത് മാനേജറുടെ ഒരു പിന്തുണ തുടങ്ങിക്കോ, നമുക്ക് എങ്ങനെ വെച്ച് നോക്കാമെന്ന് പറയുന്നത് രീതിയിൽ പറഞ്ഞതുകൊണ്ട് നമ്മൾ ചെയ്യുകയും അതിപ്പോൾ പൂർത്തിയായിരിക്കുകയാണ്. ബാക്കി വളരെ പ്രധാനപ്പെട്ട ആളുകളുള്ളതുകൊണ്ട്, മഹത് വ്യക്തിത്വങ്ങളുള്ളതുകൊണ്ട് ഞാൻ കൂടുതൽ അത്തരം കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല. ഈ പരിപാടി ഇതിൽ ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ഇവിടെ എത്തിയിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട വിക്ടർ മല്ലിക സാറ്, അദ്ദേഹം ഇന്ത്യയുടെ ഗോൾ കീപ്പറായിരുന്നു. ഞാൻ സാറോട് ഇപ്പോൾ പറഞ്ഞു, വളരെ ചെറുപ്പത്തിൽ ധാരാളം പ്രാവശ്യം ഞാൻ സാറെ കണ്ടിട്ടുണ്ട്. ഞാൻ യൂണിവേഴ്സിറ്റി ഹൈസ്കൂളിൽ ആ ക്യാമ്പസിനകത്തുള്ള സ്കൂളിൽ പഠിച്ച ആളാണ്. പിന്നെ നമ്മുടെ എൻ്റെ ഒറ്റ ക്ലാസ് ജൂനിയറാണ് നമ്മുടെ ഇപ്പോഴത്തെ സ്പോർട്സ് ഡയറക്ടർ. ഞങ്ങൾക്ക് അദ്ദേഹത്തെ കാണാറുണ്ട്, സിക്കി ഹുസൈൻ. അപ്പോൾ ഞാനിങ്ങനെ ഗ്രൗണ്ടിലേക്കൊക്കെ വല്ലപ്പോഴും ഞങ്ങളൊന്ന് കൊണ്ടുപോകും, യൂണിവേഴ്സിറ്റി ഗ്രൗണ്ടിലേക്ക് കൊണ്ടുപോകും. അപ്പം സാറേ ഒരുപാട് പ്രാവശ്യം, ഏതായാലും അങ്ങനെ സാറെ ദൂരത്ത് നോക്കി കണ്ടെങ്കിലും ഇവിടെ അദ്ദേഹത്തിന് സ്വാഗതം പറയാൻ ഒരു അവസരം കിട്ടിയതിൽ സന്തോഷം. അദ്ദേഹം നമ്മുടെ മാനേജറുടെ അടുത്ത ആരെയെന്നറിയില്ല, അബൂബക്കറുടെ അടുത്ത മാനേജറുടെ സഹോദരൻ, അബൂബക്കറുടെ അടുത്ത സുഹൃത്താണ്. ഏതായാലും ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലത്ത് അതാണ് ഞങ്ങളൊക്കെ തീർച്ചയായും പറഞ്ഞില്ല. ഞാൻ അവിടെ ആയതുകൊണ്ട് എനിക്ക് കൂടുതൽ ഒരു ആരാധന തോന്നിയിട്ടുള്ള, ഞാൻ അത് കളിക്കുമ്പോൾ സ്കൂൾ ടീമിൻ്റെ കൂടെയാണ് അത് അങ്ങനെ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ ആരാധനയോടെ കണ്ടിരുന്ന ഒരാൾ അദ്ദേഹത്തിന് നമ്മുടെ സ്കൂളിലേക്ക്, ഈ ഗ്രാമത്തിലേക്ക് സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം നമ്മുടെ കേരളത്തിൻ്റെ മുൻ ഗോൾ കീപ്പർ, ഇപ്പോൾ അദ്ദേഹം ടൈറ്റാനിയത്തിൻ്റെയും കേരളത്തിൻ്റെ ഒക്കെ ഗോൾ കീപ്പറായിരുന്ന, ഇപ്പോൾ അദ്ദേഹം ടൈറ്റാനിയത്തിൻ്റെ സ്പോർട്സ് ഡയറക്ടർ കൂടിയായ പ്രിയപ്പെട്ട കിട്ടി മാത്യു സാർ, അദ്ദേഹത്തെ വേദിയിലേക്ക് സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. പ്രിയപ്പെട്ട എം ജേക്കബ് സാർ, അദ്ദേഹം ഇന്ത്യയുടെ കളിക്കാരനായിരുന്നു. കേരള ടീമിൻ്റെ പരിശീലകനാണ്. അദ്ദേഹം ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെയും
ഈ വേദിയിലേക്ക് സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യാം. അടുത്തൊരാളെ ഞാൻ വരാമെന്ന് ഉറപ്പിച്ച് പറഞ്ഞ ഞങ്ങളുടെ നാട്ടുകാരനായ അമ്പാടിയാണ്. ഇന്നലെ രാത്രി അദ്ദേഹം കേരള പോലീസ് ടീമിൻ്റെ ക്യാപ്റ്റനായിരുന്നു, ഇപ്പോൾ ടീമിലുണ്ട്. അദ്ദേഹം യു പിയിലേക്കോ എന്തോ കളി എന്തോ ഉണ്ട് എന്ന് പറഞ്ഞ് വേറെ ദിവസം വരാമെന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ അഭാവത്തിൽ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ ചാലിശ്ശേരി ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് പ്രിയപ്പെട്ട വിജീഷ് കുട്ടൻ, ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് അദ്ദേഹം എത്താമെന്ന് പറഞ്ഞിട്ടുണ്ട്, PR കുഞ്ഞി. അതോടൊപ്പം ചാലിശ്ശേരിയിലെ ഫുട്ബോൾ പുതിയ തലമുറയ്ക്ക് വന്ന കാലത്ത് പാപ്പച്ചേട്ടനും തമ്പേട്ടനും കളിക്കുന്ന കാലത്ത് അവർ മാത്രം ആണ് കളിച്ചിരുന്നതെന്നാണ് പറഞ്ഞത്. അവരുടെ വീട് ഞങ്ങളുടെ ചെറുപ്പത്തിൽ, വളരെ ചെറുപ്പത്തിൽ വന്ന് എനിക്ക് 52 വയസ്സായി. അവർ ചെറുപ്പത്തിൽ വന്ന ആ കാലഘട്ടത്തിൽ നമുക്ക് ഹൈസ്കൂളിലേക്ക് ഞാൻ യൂത്ത് സ്കൂളിൽ പഠിച്ചത്. അവിടെ പോകുമ്പോഴൊക്കെ ഇവരെ വീടൊക്കെ ഒരു ക്ലബ്ബ് പോലെ ഉണ്ടായിരുന്ന വീടുകളാണ്. പക്ഷെ വളരെ സന്തോഷമുണ്ട്. നമുക്ക് തമ്പിയേട്ടനും സ്റ്റീഫേട്ടനൊക്കെ ചാലിശ്ശേരിയുടെ ഫുട്ബോളിൻ്റെ ഇന്ന് കാണുന്ന ഉന്നമനത്തിൽ അടിത്തറയിട്ട ആളുകൾ, ഒരുപാട് പ്ലേയേഴ്സ് നമ്മുടെ ചാലിശ്ശേരിയിൽ ഉണ്ടായിട്ടുണ്ട്. അമ്പാടി ഉൾപ്പെടെ, അമ്പാടി അഞ്ചൽ ഉൾപ്പെടെ പല മേഖലയിലും സർവീസ് മേഖലയിലും ഒട്ടനവധി ആളുകൾ ഉണ്ടായിട്ടുണ്ട്. അവരുടെ എല്ലാം ആ ഫുട്ബോൾ സംസ്കാരത്തിന്, ചാലിശ്ശേരി എന്ന് പറയുന്ന പ്രദേശത്തുണ്ടായിരുന്ന ഫുട്ബോൾ സംസ്കാരത്തിന് അടിത്തറയിട്ട നമ്മുടെ പ്രിയപ്പെട്ട തമ്പിയേട്ടനും പ്രിയപ്പെട്ട സ്റ്റീഫേട്ടനോട് എത്തിയിട്ടുണ്ട്. അതായത് ഇത്തരത്തിലുള്ളൊരു പരിപാടി നടത്തുമ്പോൾ അവരെ ആദരിക്കുന്നവർക്ക് ഇഷ്ടമൊന്നും എനിക്കറിയില്ല, പക്ഷെ എന്നാലും അവരെ ഒന്ന് ക്ഷണിക്കാൻ, അവരെ പുതുതലമുറയ്ക്ക് അവർ ചെയ്ത ഈ സമയത്ത് നമുക്ക് പാപ്പച്ചൻ ചേട്ടനെ അനുസ്മരിക്കാതെ കടന്നുപോയിക്കൂടാ. ഇവരോടൊപ്പം അല്ലെങ്കിൽ കൂടി ഇവരെക്കാൾ മുന്നേ കൂടുതൽ ഫുട്ബോളിന് വേണ്ടി തൻ്റെ ജീവിതം മാറ്റിവെച്ച പാപ്പച്ചേട്ടൻ നമ്മോട് ഇടയില്ല. അദ്ദേഹത്തിൻ്റെ പാവന സ്മരണയ്ക്ക് മുമ്പിൽ അതിനഞ്ചൽ അർപ്പിക്കുകയാണ്. അതുപോലെ തന്നെ ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ ചാലിശ്ശേരി ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പ്രിയപ്പെട്ട ആനി ബിനു ഇവിടെ എത്തിയിട്ടുള്ളവരെ സ്വാഗതം ചെയ്യുന്നു. തൃത്താല ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ പ്രിയപ്പെട്ട പ്രസാദ് മാഷ് ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. BPC പുതിയ BPC ശ്രീജിത്ത് മാഷ് ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ ദേവരാജൻ മാഷ് ഇവിടെ എത്തിയിട്ടുണ്ട്. ശ്രീജിത്തായിരുന്നു മുമ്പത്തെ വീഡിയോ. ദേവരാജൻ മാഷ് ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ PTA പ്രസിഡന്റ് എത്തിയിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ഉമ്മ വളരെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്, സ്ട്രോക്ക് വന്നിട്ട് അദ്ദേഹം വന്നിട്ടില്ല. നമ്മുടെ മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും ഈ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി SMC ചെയർമാനുമായ വൈസൽ മാഷോട് വന്നിട്ടുണ്ട്. വൈസൽ മാഷ് യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. PTA വൈസ് പ്രസിഡന്റ് ഷംന ഇവിടെയുണ്ട്, അത് സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ട സജ്ന MTA പ്രസിഡന്റ്, ഈ ഗ്രൗണ്ടിന് വേണ്ടി ഏറ്റവും കൂടുതൽ നമ്മളോട് മുഴുവൻ സമയവും രാവിലെ ഇവിടെ വന്ന് കാര്യങ്ങളൊക്കെ നോക്കി എല്ലാ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകിയ SMC അംഗവും PTA പ്രസിഡന്റുമായ നൗഷാദോടെ വന്നിട്ടുണ്ട്. നൗഷാദിനെ സ്വാഗതം ചെയ്യുന്നു. സ്കൂളിൻ്റെ സ്റ്റാഫ് സെക്രട്ടറി അബ്ദുൽ അസീസിനെ സ്വാഗതം ചെയ്യുന്നു. സ്കൂൾ ലീഡർ ഷാരിയ മെഹ്റിൻ, ഈ യോഗത്തിന് നന്ദി പറയുന്ന ബീന കുര്യൻ ഒരു സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഈ സ്കൂളിൻ്റെ മാനേജ്മെൻറ്റിൽ ഏറ്റവും മൂത്ത കാരണവരായ, മൂത്ത ജ്യേഷ്ഠനായ, ഇതിലെ ഓരോ സ്കൂളിൻ്റെ നാഡീസ്പന്ദനങ്ങളും അറിയുന്ന, അതിനുവേണ്ടി ഏറ്റവും ക്രിയാത്മകമായ നിർദ്ദേശങ്ങളും എല്ലാ പ്രധാനപ്പെട്ട കാര്യങ്ങളും ഇവിടെ ഓടിയെത്തുന്ന പ്രിയപ്പെട്ട ലത്തീഫ് കരീം, അതോടൊപ്പം തന്നെ അത് മാനേജറുടെ ഇളയ സഹോദരൻ അബോർക്കയും ഒക്കെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ പ്രിയങ്കരനായ മാനേജർ, അദ്ദേഹത്തിൻ്റെ ഒരു വിഷൻ അനുസരിച്ച് നമുക്ക് സ്കൂളുകൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട്. ഒട്ടേറെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഇതിന് അധ്യക്ഷനായി മാനേജർ പ്രിയപ്പെട്ട അവസാന ഘട്ടമായ നന്ദി പ്രകടനമാണ് ഞാൻ ചെയ്യേണ്ടത്. ഇവിടെ നമ്മളൊരു ടർഫിൻ്റെ ഉദ്ഘാടനമാണ് നമ്മൾ നടത്തിയത്. ഇപ്പം 2 വാക്കയെ കുറിച്ച് പറയാം. അപ്പോൾ കുട്ടികളുടെ കൂടെ 33 വർഷം ജീവിച്ചു എന്നുള്ള ഒരു അനുഭവം കൊണ്ട് പറയാം, കളിക്കുക എന്നുള്ളത് കുട്ടികളുടെ ഒരു അവകാശമാണ്. പല രക്ഷിതാക്കളും പലപ്പോഴും പരാതി പറയാറുണ്ട്, ടീച്ചർ എപ്പോഴും അവനെ കളിയാണ്, പഠിക്കുന്നില്ല.
പഠനത്തോടൊപ്പം തന്നെ കൊണ്ടുപോകേണ്ട ഒന്നാണ് കളി എന്നത് പല രക്ഷിതാക്കൾക്കും അറിയില്ല. പണ്ട് കാലത്ത് അവധിക്കാലത്ത് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി ചുറ്റുഭാഗത്തുള്ള ഗ്രൗണ്ടുകളിലും മാനിൻ ചോട്ടുകളിലും കൂട്ടമായി കളിച്ചിരുന്ന ഒരു കാലം ഇന്ന് മക്കൾക്കില്ല. കാരണം എല്ലാവർക്കും കുട്ടികളെ പുറത്തു വിടാൻ ഭയങ്കര പേടിയാണ്, പേടിക്കേണ്ട സാഹചര്യമാണ്. രക്ഷിതാക്കളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ കുട്ടിയോട് എപ്പോഴും സംസാരിക്കുമ്പോൾ അവർ പറയും, ടീച്ചറെ ഞങ്ങൾക്ക് അവധിക്കാലം ഇഷ്ടമല്ല, ഞങ്ങൾക്ക് വീട്ടിലിരുന്ന് ബോറടിക്കും. നമ്മുടെ കുട്ടികൾ എപ്പോഴും മൊബൈലിൽ കളിക്കുന്നതിനെ പലപ്പോഴും നമ്മൾ കുറ്റം പറയാറുണ്ട്. എന്തുകൊണ്ടാണ് അവർ മൊബൈലിലേക്ക് അത് ശ്രദ്ധ പോകാൻ കാരണം നമ്മൾ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. നമ്മൾക്ക് ഇഷ്ടംപോലെ വീട്ടിൽ പണികളുണ്ട്, അവരുടെ ആക്ടിവിറ്റീസ് ഉണ്ട്, അവർക്ക് ഒന്നും ചെയ്യാനില്ല. അവർക്ക് ഒരിക്കലും ഒതുങ്ങിയിരിക്കാനും കഴിയില്ല. ഒതുങ്ങിയിരിക്കുക എന്ന് പറഞ്ഞാൽ അത് ആരോഗ്യമുള്ള കുട്ടികളുടെ ലക്ഷണമല്ല. കുട്ടികൾ എപ്പോഴും ഇങ്ങനെ എന്താ പറയാ വൈബ്രന്റ് ആയിട്ട് കൊണ്ടിരിക്കും. അതാണ് അവരുടെ പ്രകൃതം. അപ്പൊ അവരെ നമ്മൾ പുറത്ത് കളിക്കാൻ വിടുകയാണെങ്കിൽ അവർക്ക് വളരെ സന്തോഷമാണ്. അപ്പൊ അവർക്ക് എന്റർടൈൻമെന്റ് ഇല്ലാത്തത് കൊണ്ടാണ് അവർ മൊബൈലിലേക്ക് മാറിയത്. അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ സ്കൂളിൽ പറയുന്നത് എന്തിനാണ്? പഠനത്തെക്കാൾ കൂടുതൽ അവർ കളിക്കാൻ തന്നെയാണ്. നമുക്കറിയാം. ക്ലാസ് റൂമുകളിൽ ഒതുങ്ങി പതുങ്ങിയിരുന്ന പല